ശ്രീ പ്രശാന്ത്, ഈ രാജ്യത്ത് പുതിയ നിയമം വരികയാണ്, ഭാരതീയ ന്യായ സംഹിത. ഇത് കാലത്തിന്റെ ഒരു പൊളിച്ചെഴുത്താണ്, ഇതൊരു അനിവാര്യതയാണ്. മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് നിയമം മാറുക, അല്ലാതെ നമ്മുടെ ഈ കാലഹരണപ്പെട്ട കുറെ നിയമാവലിയൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു, അതിനെ തകിടം മറിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ഒരു വലിയ കാൽവെപ്പല്ലേ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ മേഖലയിലും എന്ന പോലെ ഈ ബ്രിട്ടീഷുകാരുടെ തൊട്ട് ബ്രിട്ടീഷ് സ്വാതന്ത്ര്യം തന്നു, അല്ലെങ്കിൽ അവർ പോയണക്കെ അവരെ അവശേഷിപ്പുകൾ ഇവിടെ കിടക്കുകയാണ്. കാരണം ഡ്രസ്സിങ് ഈ കോടതി അല്ലെങ്കിൽ ഈ പോലീസ് സംവിധാനത്തിലൊക്കെ അവരെ അവലംബിച്ച അതേ സിസ്റ്റം തന്നെയാണല്ലോ ഇപ്പോഴും പോകുന്നത്, അല്ലേ? ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ മറ്റ് രീതികളും. അപ്പം ഈ കാലഹരണപ്പെട്ട നിയമങ്ങൾ, അല്ലാതെ കൊളോണിയൻ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ ഒരുപക്ഷെ അതുപോലെ പിന്തുടർന്നു പോരുന്ന ഒരവസ്ഥയാണ് തോന്നുന്നത് ഇതുവരെ ഇന്ത്യയിൽ. അപ്പം ആ നിയമത്തിന് വ്യത്യാസം വരുത്തുകയാണ്. നമ്മുടെ ഈ നിയമങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കേസ് കൊടുത്താൽ ആ കേസ് അവൻ്റെ ആയുസ് തീരുവോളം നല്ലൊരു വക്കീലുണ്ടേ കിടക്കും. ഒരാളെ ഇപ്പം മറ്റൊരാൾ കൊന്നു, അയാൾ മിടുക്കനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ കേസ് പറഞ്ഞ് മുന്നോട്ട് പോകാൻ നല്ലൊരു വക്കീലും ഉണ്ടെങ്കിൽ കേസ് പണം കൊണ്ട് നീട്ടി കൊണ്ടുപോകാം, പല കോടതികൾ കയറി ഇറങ്ങാം. ശിക്ഷ കിട്ടുന്നതിന് കാലതാമസം വളരെ കൂടുതലായിട്ട് എടുക്കും. ഒരുപക്ഷെ ശിക്ഷ വേണ്ട എന്ന് തീരുമാനിക്കാൻ കോടതികളുടെ ഇടപെടലിന് പോലും അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടുന്നതായിട്ട് പലവട്ടം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം വ്യത്യാസം വരുത്തിക്കൊണ്ട് ചണ്ഡീഗഡിൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി രാജ്യത്തിന് പുതിയ പാർലമെന്റ് പാസ്സാക്കിയ പുതിയ നിയമ സംഹിത സമർപ്പിച്ചിരിക്കുക. 1 ഭാരതീയ ന്യായ സംഹിത, 2 ഭാരതീയ നഗരീയ സുരക്ഷാ സംഹിത, 3 ഭാരതീയ സാക്ഷ്യം. 3 നിയമങ്ങൾ. അപ്പം IPC CRPC ഒക്കെ ഇനി ഇല്ലാതാകും. ഇപ്പം ഉള്ള ഈ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള നിയമത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നീണ്ടുപോകുന്നു. സമയോചിതമായിട്ട് അല്ലെങ്കിൽ പോലീസിന് ഒക്കുന്ന പോലെ കണ്ടിട്ടില്ലേ, ചില 90 ദിവസം കൊണ്ട് ചില FIRന്റെ അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കുന്നു, ചിലത് കാലങ്ങൾ കിടന്നാലും കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ആ കുറ്റപത്രം കൊടുക്കാത്ത കാരണം കൊണ്ട് ശിക്ഷിക്കേണ്ട കേസുകൾ പോലും കാലതാമസം എടുക്കുന്നതുകൊണ്ട് ശിക്ഷിക്കാതെ വരുന്നു. അപ്പം നിയമത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ, അല്ലെങ്കിൽ നിയമത്തിനകത്ത് അല്ലെങ്കിൽ പ്രതിയെയൊക്കെ വെറുതെ വിടുന്നതിനും അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിനും ഒക്കെ നിയമത്തിനെ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തിരി പഴുതുകൾ ഇതിനകത്തുള്ളതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പം ഈ പുതിയ നിയമം വന്നതിന് ശേഷം ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം FIR രജിസ്റ്റർ ചെയ്ത 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ സ്പീഡ്. FIR രജിസ്റ്റർ ചെയ്ത് ദില്ലിയിലെ ഒരു കേസ് 60 ദിവസം കൊണ്ട് ശിക്ഷിച്ചു. 20 വർഷം കഠിനാടകം. 60 ദിവസം എടുത്തേ ഉള്ളൂ. കേസ് FIR ഇട്ടതിൻ്റെ 60ാമത്തെ ദിവസം ജീവപര്യന്തം അല്ലെങ്കിൽ 20 കൊല്ലത്തെ. ഈ രക്ഷപ്പെടാനുള്ള ഒരുപാട് പഴുതുകളൊക്കെ അടഞ്ഞടക്കുക എന്ന് വെച്ചാൽ. അതുപോലെ രണ്ടാമത് ബീഹാറിൽ 14 ദിവസത്തിന് ശേഷം കൊലക്കേസ് പ്രതിയെ ജീവപര്യന്തം ശിക്ഷിച്ചു. കൊല നടത്തിയതിന് കഴിഞ്ഞിട്ട് 14 ദിവസിക്കും. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഒരു കേസ് പോലീസ് എടുക്കുകയാണ്, കേസ് അന്വേഷിക്കുന്നതിന് ഇത്ര ദിവസം, അല്ലെങ്കിൽ അതിന്റെ കുറ്റപത്രം കൊടുക്കുന്നതിന് ഇത്ര ദിവസം, ഓരോന്നിനും സമയബന്ധിതമായിട്ട് ടൈം കൊടുത്തിരിക്കുകയാണ്. അതായത് കേസ് നീട്ടിക്കൊണ്ടൊന്നും പോകാനൊക്കെ അന്വേഷണത്തിന് ഇത്ര ദിവസം, അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഇത്ര ദിവസം, കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കോടതിയിൽ ഇതിന്റെ നീക്കുപോക്കുകൾക്ക് ഇത്ര ദിവസം. ഇപ്പൊ തന്നെ ദിലീപിന്റെ കേസ് സുപ്രീം കോടതി അന്ന് ഇടപെട്ടതാണ്. 6 മാസത്തിനകം ഈ കേസ് തീർക്കണമെന്ന്. ആ കേസ് ഇപ്പൊ എത്ര കൊല്ലമായി? അതെന്ന് വെച്ചാൽ ഈ കേസ് തീരാൻ പോകുന്ന അവസ്ഥ വരുമ്പോൾ അതിനകത്ത് ദിലീപിന്റെ കുറ്റമല്ല, ദിലീപിന് ഈ കേസ് പെട്ടെന്ന് തീരണമെന്നുള്ള താല്പര്യം. കാരണം ദിലീപിനറിയാം ഇതിനകത്ത് തെളിവുകളും കാര്യങ്ങളും മറ്റതും ഒന്നുമില്ല, അയാൾ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ദിലീപിനെ എന്നും കുറ്റവാളി എന്ന് ആരോപിച്ച് നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഇത് വരുമ്പോഴത്തേന് ഈ വാദിഭാഗം കൊണ്ടുവന്ന് അതിനൊരു താഴെ കോടതിയിൽ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കും. അവിടുന്ന് അത് തള്ളും. അടുത്ത സെക്ഷൻസ് കോടതി കൊണ്ടുകൊടുക്കും, അവിടുന്ന് തള്ളും. അവിടുത്തെ നമ്മുടെ ഹൈക്കോടതി കൊടുക്കും, അവിടുന്ന് സുപ്രീം കോടതി പോകും. അപ്പൊ ഇതിനൊക്കെ ആ കേസ് പരിഗണിക്കുന്നതിനും അതിന്റെ അവധിക്ക് വെക്കുന്നതിനും ഇതിനൊക്കെ കാലതാമസം കേസ് ഇങ്ങനെ നീണ്ടുകൊണ്ടു. ഇതുപോലെയാണ് പല കേസുകളും പ്രമാദമായിട്ടുള്ള പല കേസുകളും കൊല്ലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലങ്ങൾ കഴിഞ്ഞ് ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും. കാരണം നമ്മളൊക്കെ മറന്നു പോകുന്നു പ്രമാദം 4-5 പേരെ കൊന്ന കേസും മറ്റു കേസുകളും. അപ്പം ഇതിനൊക്കെ ഒരു വിരാമം ഇടുന്ന രീതിയിലേക്കാണ് പുതിയ നിയമസംഹിത. അതായത് ഈ രാജ്യത്ത് നരേന്ദ്രമോദി 2014 ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം
പല മേഖലകളിലും കൃത്യമായ ഒരു നീക്കുപോക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഏറ്റവും അവസാനം ജനങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നീതി നിഷേധിക്കാതിരിക്കുന്നത് പോലെ, അതുപോലെ നീതി നിഷേധം പോലെ ഒന്നുമില്ലല്ലോ, അതുപോലെ അർഹതപ്പെട്ടവന് ശിക്ഷ പെട്ടെന്ന് വാങ്ങിക്കൊടുക്കുക, ഇത് രണ്ടും കൃത്യമായിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കവുമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതൊരു വലിയ കാൽവയ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ഈ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും, ഈ നമ്മൾ മുമ്പേ പറഞ്ഞത് 2014 ശേഷം പല മേഖലയിലും ഈ വിഷയങ്ങൾ വന്നല്ലോ. ഇപ്പൊ അവിടുത്തെ നമ്മുടെ ഓരോ കേസുകളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഗോവിന്ദചാമിയെ ശരിക്കും പറഞ്ഞാൽ ശിക്ഷിച്ചു, അകത്തിട്ടു. അയാളെ കൊല്ലാത്തതിന് നമ്മുടെ നാട്ടിൽ ഈ നാടായതുകൊണ്ട്, ഇന്ത്യ ആയതുകൊണ്ട് നടക്കും. അറേബ്യൻ രാജ്യങ്ങളായിരുന്നെ അവനെ അപ്പോഴേ തലവെട്ടി കൊല്ലത്തില്ല, തൂക്കിക്കൊല്ലത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ഓരോന്ന് എടുത്തു കാണിക്കുമ്പോൾ ശിക്ഷ കൊടുക്കാൻ ഈ നിയമത്തിനകത്ത് നിന്നുള്ള ശിക്ഷയല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ വാദം കേട്ടിട്ടല്ലേ ശിക്ഷിക്കാൻ പറ്റൂ. കോടതിയുടെ പരിമിതി വെച്ചും കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുന്ന നിയമങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചേ കോടതി ശിക്ഷിക്കാം. പക്ഷെ പൊതുജനത്തിന് ഇത് അറിയത്തില്ലല്ലോ. പൊതുജനത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ പൊതുജനം കുറ്റവാളിയായിട്ട് സ്ഥാപിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പൊതുജനത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ക്രൂരമായ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന ഒരാൾ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുമ്പോൾ പൊതുജനത്തിന് സഹിക്കത്തില്ല. അപ്പം അവര് ഉടനെ നോക്കിക്കാണുന്നത് ഇന്ത്യ എന്തൊരു മഹാരാജ്യമാണ്. ഇപ്പം അറേബ്യൻ രാജ്യങ്ങളിൽ കണ്ടില്ലേ, ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചവനെ അന്നേരം തന്നെ പൊതുജനത്തിന്റെ മുമ്പ് വെച്ച് വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ തൂക്കിക്കൊന്നു, വെടിവെച്ച് കൊന്നു. ഇതേ രീതിയിലുള്ള നിയമമാണ് ഇവിടെ വരേണ്ടത്, ഇതിനൊക്കെ കുറവ് വരും. നമ്മളൊക്കെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ. അതായത് ഒരു കുറ്റം ചെയ്താൽ ഈ പറഞ്ഞ പോലെ 14 ദിവസം ഒരാളെ ശിക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഇടയ്ക്ക് വെച്ചില്ലേ ബലാത്സംഗ കേസിന്റെ ഡോക്ടറുടെ ബലാത്സംഗ കേസ് വന്നപ്പം നമ്മുടെ മമതാ ബാനർജി ഏറ്റവും അവസാനം പറഞ്ഞതാ, ഇനി ഇവിടെ കൊലപാതകം ചെയ്യുന്നതിനെ 10 ദിവസം ഞാൻ തൂക്കിക്കൊല്ലുമെന്ന് അന്നവർ പറഞ്ഞില്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞ ഓർക്കുന്നില്ലേ സാറ്? അതല്ല, പക്ഷെ അതവർക്ക് അങ്ങനെ പാസ്സാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ജനങ്ങളിലേക്ക് പറഞ്ഞതാണെങ്കിലും അവരന്ന് പറഞ്ഞ കാര്യം ഇപ്പം അത്തരത്തിൽ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അത് കൊലപാതകം ചെയ്യുന്നവനും, സ്ത്രീ പീഡനം നടത്തുന്നവനും, അല്ലെങ്കിൽ മോഷണം നടത്തുന്നവനും, രാജ്യദ്രോഹ കുറ്റം നടത്തുന്നവരുടെ അവസ്ഥ എന്ത് വരും? രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്തിട്ടാൽ നമ്മുടെ കപിൽ സിബിൽ പോലെ അല്ലെങ്കിൽ കോടികൾ കൊടുക്കാനുള്ള വക്കീലുണ്ടെങ്കിൽ അവനെ അവിടെ നിർത്തിയേക്കുക. തൂക്കിക്കൊല്ലേണ്ടവനാണെങ്കിലും അല്ലെങ്കിൽ ഉടനടി ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടവനാണെങ്കിലും തീരുമാനമാക്കാൻ നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ തന്നെ പല കേസുകളിലും നമ്മൾ കാണും. വെളിയിൽ വരുമ്പോ കപിൽ സിബിലും അല്ലെങ്കിൽ മറ്റൊരു പറയും ഞാൻ മനുഷ്യാവകാശ പ്രശ്നം വെച്ച് ആ കേസ് ഏറ്റെടുത്തതാണ്. കാപ്പന്റെ കേസിനകത്തെ ഈ കപിൽ സിബിൽ ആയിരുന്നല്ലോ അന്ന് എനിക്ക് തോന്നുന്നു കേസ് ഏറ്റെടുത്തത്. അദ്ദേഹം അന്ന് മേടിച്ച തുക രഹസ്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്നതാ. കാശ് കൊടുത്തത് കാപ്പന് വേണ്ടി PFIയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള അത്തരത്തിലുള്ള ആൾക്കാർ. പക്ഷെ വെളി പറഞ്ഞെന്തോ ഞാൻ 5 പൈസ മേടിക്കാതെ ബാധിക്കുന്നു. പല കേസുകളും നമ്മളിങ്ങനെ പ്രധാനപ്പെട്ട ഇതുപോലെ 100 കോടി ക്ലബിലൊക്കെ ഉള്ള ഇവരൊക്കെ ഒരു മാസത്തെ വരുമാനം 100 കോടി ക്ലബിനകത്ത് വരുന്ന വക്കീലന്മാരുണ്ട്. ഈ കപിൽ സിബിൽ ഉൾപ്പെടെയുള്ളവരതിനകത്ത് വരുന്നത് ഒരു മാസത്തെ വരുമാനം 100 കോടിക്ക് അപ്പുറമുള്ളവർ. അതിനകത്ത് വരുന്ന വക്കീലന്മാർ പല കേസുകളും നമ്മൾ ഇതുപോലെ പ്രമാദമായ കേസുകൾ, ഇതുപോലെ രാജ്യം ചർച്ച ചെയ്യുന്ന രാജ്യദ്രോഹ കുറ്റം, അല്ലെങ്കിൽ ഇതുപോലെ രാജ്യദ്രോഹ കുറ്റം, രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളുമായിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം മാധ്യമങ്ങളും എല്ലാം കൂടെ കൂടി ഇയാളെ ഒന്ന് വെള്ളപൂശി. ഈ കാപ്പന്റെ വിഷയത്തിൽ തന്നെ മദ്രാസ് വിഷയം അറിയാമല്ലോ. ഇപ്പം UP നടക്കുന്ന വിഷയത്തിന് മുമ്പുള്ള അവിടുത്തെ ഈ ഒരു പ്രദേശത്ത് ഒരു ഹരിജൻ വീട്ടിൽ കയറി ഒരു സ്ത്രീയെ ബലാത്സംഗം. അത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ അറിയാമല്ലോ ജാതി സംവിധാനം. അവിടെ ഭയങ്കര സംഘർഷം നടക്കുന്നതിന് ആ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നതിന് PFIക്കാരെ കൊണ്ട് പോയപ്പോൾ ആ കാപ്പനെ ഉൾപ്പെടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സംഘർഷം നിന്നു. ആ ഒറ്റ വിഷയം കൊണ്ട് സംഘർഷം നിൽക്കുകയാണ്. എന്നിട്ട് ആ കാപ്പന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുപയോഗിച്ച വക്കീലും, അന്നേ വക്കീല് പൈസ മേടിച്ചില്ല, മനുഷ്യാവകാശം വെച്ചിട്ടാണെന്നുള്ള രീതിയിൽ പിന്നെ അയാൾ ഇപ്പം ജാമ്യത്തിൽ വെളി നിൽക്കുകയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്തോണം അതിലെ മതം പിടിച്ച ആനയ്ക്ക് പൂച്ചോലം കിട്ടുമ്പോഴുള്ള ജാമ്യ കൊടുത്തേക്കുന്നത് അത് അറിയാം. അതെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഇല്ലാതെയാവും. രാജ്യദ്രോഹം ചെയ്യുന്നവനെ ഉടനെ കണ്ടെത്തി കുറ്റം, അല്ലെങ്കിൽ സ്ത്രീപീഡന കുറ്റം, കൊലപാതക കുറ്റം, ശിക്ഷയ്ക്ക് ഇനിയും ശിക്ഷ നോക്കി അല്ലെങ്കിൽ ജനത്തിന് ഇരിക്കേണ്ടി വരത്തില്ല. അർഹമായ ശിക്ഷ അർഹിക്കുന്നവന് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യത്തിന്റെ നിയമം ഒക്കെ മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു നിയമം മാറിയത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നമ്മുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അമിത്ഷായും ഉൾപ്പെടെ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.